ഓണം സദ്യ സ്പെഷ്യൽ മോരുകറി നല്ല മണവും രുചിയോടുകൂടി നമുക്ക് തയ്യാറാക്കാം. ജാറിലേക്ക് കട്ട തൈര് 2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞതും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു ലൈറ്റ് നിറമാകുമ്പോഴത്തേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല ഗോൾഡൻ നിറമാകുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും ഒരു പിഞ്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ അടിച്ചെടുത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 3/4 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1/4 സ്പൂൺ വറുത്ത് പൊടിച്ച ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിളയ്ക്കാതെ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോഴും തേങ്ങയൊന്നും ചേർക്കാതെ നല്ല മണവും രുചിയോടു കൂടിയുള്ള സദ്യ സ്പെഷ്യൽ മോരുകറി തയ്യാറായിട്ടുണ്ട്.